പി വി അൻവറിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഇത് ആരെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് എന്നതാണ് പൊതുവിൽ നമുക്ക് തോന്നുക. അതായത് അദ്ദേഹം പിണറായി സത്തിനെതിരെ പോരാടാൻ UDFിൻ്റെ കൂടി ഭാഗമാകാൻ ശ്രമിക്കുന്നു. അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ VD സതീശന് പിന്നിലും പിണറായി വിജയനാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് വ്യക്തിഹത്യ നടത്തുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് VD സതീശനായാലും മുഹമ്മദ് റിയാസായാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടുണ്ടാകും. ഈ തെളിവ് സഹിതം ഞാൻ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ്. ഒരു ഭീഷണിപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിയിലാക്കാം എന്ന ഒരു വ്യാമോഹം പി വി അൻവറിനുണ്ടോ? അദ്ദേഹം കർഷകരുടെ പ്രശ്നങ്ങൾ പറയുന്നു, മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പറയുന്നു, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയുന്നു, അവർക്കൊപ്പമാണ് ഞാൻ എന്ന് പറയുന്നു. എന്നിട്ട് മറ്റൊരു വാതിലിലൂടെ ഭീഷണി സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഭീഷണി മുഴക്കുന്നു. എന്ത് രാഷ്ട്രീയമാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ കളിക്കുന്നത്? അൻവർ മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. അൻവർ പിടിക്കുന്ന വോട്ട് ജനങ്ങളുടെ വോട്ടായിരിക്കും, UDFിൻ്റെയോ LDFിൻ്റെയോ അല്ല. കാരണം അൻവർ എന്നും ജനങ്ങളോടൊപ്പമുണ്ട്. മലയോര കർഷകർക്കൊപ്പം എന്നും നിലനിന്നിട്ടുള്ള ഒരു നേതാവാണ് അൻവർ. അവരുടെ നാടിപിടി പറയുന്ന നേതാവ് അൻവറാണ്. രണ്ട് സ്ഥാനാർത്ഥികളെ, BJPയുടെ സ്ഥാനാർത്ഥിയെയും അതുപോലെ UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. അവർക്ക് എത്രമാത്രം ഈ മണ്ഡലത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നിഷ്പക്ഷമായി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എത്രമാത്രം ജനങ്ങളുമായി ബന്ധമുണ്ട് ഈ മൂന്ന് പേർക്കും എന്ന് അന്വേഷിച്ചതിന് ശേഷം ആയിരിക്കണം PV അൻവറിനെ കുറിച്ച് അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും. PV അൻവർ എന്നും ഈ മലയോര ജനങ്ങൾക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടത് ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വർഷം കൂടി അങ്ങനെ പോവാമായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അദ്ദേഹത്തിന് അനുവദിച്ചില്ല. ഈ നിലപാടുകളുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. BJPക്ക് പട്ടും വളയും നൽകാൻ അല്ലെങ്കിൽ അവസരം ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടും വളയും നൽകിയ ഒരു ഘട്ടം നമുക്കറിയാമല്ലോ. പോലീസ് മേധാവികളെ എങ്ങനെയാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് RSS നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നറിയാമല്ലോ. എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതെന്നറിയാമല്ലോ. അങ്ങനെ പല കാര്യങ്ങളിലും, മരമുറി നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പത്തെ അദ്ദേഹം രേഖപ്പെടുത്തിയത് തൻ്റെ ആ 3 അക്ഷരം രാജിവെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു MLA 140 നിയോജക മണ്ഡലങ്ങളിലും MLAമാരുണ്ട്. ഓരോ സമയത്തും നമ്മൾ അവർ കല്യാണത്തിന് പോകുന്നത് കാണാറുണ്ട്. ഏതൊരു ചടങ്ങിന് പോകുന്നതും MLA എന്ന ബോർഡ് വെച്ച കാറിലാണ്. ആ ഒരു ബോർഡ് വെച്ച കാർ, ആ 3 അക്ഷരമാണ് ഓരോ MLAയും വലിയ കാര്യമായി കണ്ടിരുന്നത്. അത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ശ്രീ PV അൻവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് അദ്ദേഹം ആരെ തോൽപ്പിക്കാനാണെന്നല്ല, അദ്ദേഹം മത്സരിക്കുന്നത് സ്വയം ജയിക്കാനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അത് ബോധ്യപ്പെടില്ല. തൃണമൂൽ കോൺഗ്രസിന് മണ്ഡലത്തിലുള്ള സ്വാധീനം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. ആം ആദ്മി മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഞാൻ ചോദിച്ചത് അതല്ല. പിണറായി സത്തിനെതിരെയാണോ അതോ സതീശനിസത്തിനെതിരെയാണോ ഇപ്പോൾ അൻവർ പോരാടുന്നത്? രണ്ടിനുമെതിരെയാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം. രണ്ടിനുമെതിരെയാണ്. തോൽപ്പിക്കാനല്ല, ജയിക്കാനാണ് പോരാടുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ജൂൺ 23-ാം തീയതി മഞ്ചേരിയിൽ TK ഹംസയും KP മജീദും തമ്മിൽ മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. എന്തായിരുന്നു? ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരമായിരുന്നില്ലേ അത്? എന്തായിരുന്നു ഇലക്ഷൻ റിസൾട്ട്? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണല്ലോ TK ഹംസ 50,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് നിർണായകമായിരുന്നു എന്ന് നാം കാണണം. ആ കോൺഗ്രസിന്റെ വോട്ട് ഇവിടെയും നിർണായകമാണ്. അത് അൻവറിലേക്ക് എത്തുമെന്നത് യാതൊരു സംശയവും ആർക്കും വേണ്ട. മറ്റൊരു കാര്യം, പലപ്പോഴും ആളെ പ്രത്യക്ഷത്തിൽ കണ്ടു എന്ന് വരില്ല. സൈലന്റ് വോട്ടേഴ്സ് ഉണ്ട് ഈ മണ്ഡലത്തിൽ. അവർക്ക് പരസ്യമായി രംഗത്ത് വരാൻ കഴിയില്ല. CPMൽ നിന്ന് ആരും പോകുന്നില്ല എന്ന് പ്രിയപ്പെട്ട SKS സൂചിപ്പിച്ചുവല്ലോ. സുഗു ആരാണ്? സഖാവ് സുഗു ആരാണ്? എങ്ങനെയാണ് ചുങ്കത്തറ പഞ്ചായത്ത് മാറി മറിഞ്ഞത്? ആരും പോകുന്നില്ല എന്നാണ്. ഞങ്ങളുടെ അഡ്വക്കേറ്റ് ബാബു ആരായിരുന്നു? CPM ആയിരുന്നില്ലേ? അതുകൊണ്ട് ആരും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ഈ മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. പരസ്യമായി രംഗത്ത് വരാൻ പലപ്പോഴും മടിയുണ്ട്. CPMനെ പോലുള്ളൊരു കേഡർ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായും ആളുകൾ വിട്ടുപോരാൻ മടിക്കും. എങ്ങനെ പരസ്യമായി വിട്ടുപോരാൻ മടിക്കും? ഒരു തൃപ്തി ലോണോ ഒരു കുടുംബശ്രീ ലോണോ പോലും കിട്ടാത്ത രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുമെന്നതുകൊണ്ട്, അവർ പീഡിപ്പിക്കപ്പെടുമെന്നതുകൊണ്ട്, അവർ പ്രയാസം അനുഭവിക്കുമെന്നതുകൊണ്ട്
പരസ്യമായി രംഗത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ആർ എക്സ്പെക്ടിങ് ദ സൈലന്റ് വോട്ടേഴ്സ്.